നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ദശാപ്രവചനം 65 അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാനിടയായി. എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാൻ സംഗതി വന്നു. എന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജാതിയോട് ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു. സ്വന്തം വിചാരങ്ങളെ അനുസരിച്ചാകാത്ത വഴിയിൽ നടക്കുന്ന മത്സരമുള്ള ജാതിയെങ്കിലേക്ക് ഞാൻ ഇടവിടാതെ കൈനീട്ടുന്നു. അവർ എൻ്റെ മുഖത്ത് നോക്കി എല്ലായ്പ്പോഴും എന്നെ കോപിപ്പിക്കുന്നൊരു ജനമായി തോട്ടങ്ങളിൽ ബലി കഴിക്കുകയും ഇഷ്ടികമേൽ ധൂപം കാണിക്കുകയും കല്ലറകളിൽ കുത്തിയിരിക്കുകയും ഗുഹകളിൽ പാർക്കുകയും പന്നിയിറച്ചി തിന്നുകയും പാത്രങ്ങളിൽ അറപ്പായ ചാറ് നിറയ്ക്കുകയും മാറി നിൽക്ക, ഇങ്ങോട്ട് അടുക്കരുത്, ഞാൻ നിന്നേക്കാൾ ശുദ്ധൻ എന്ന് പറയുകയും ചെയ്യുന്നു. അവർ എൻ്റെ മൂക്കിൽ പുകയും ഇടപെടാതെ കത്തുന്ന തീയുമാകുന്നു. ഞാൻ എൻ്റെ മുൻപാകെ എഴുതി വച്ചിരിക്കുന്നു, ഞാൻ പകരം വീട്ടിയല്ലാതെ അടങ്ങിയിരിക്കയില്ല. അവരുടെ മാർവിടത്തിലേക്ക് തന്നെ ഞാൻ പകരം വീട്ടും. നിങ്ങളുടെ അകൃത്യങ്ങൾക്കും മലകളിൽ ധൂപം കാട്ടുകയും കുന്നുകളിൽ എന്നെ ദുഷിക്കുകയും ചെയ്തിട്ടുള്ള നിങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്ക് കൂടെ ഞാൻ പകരം വീട്ടും. ഞാൻ ആദ്യം അവരുടെ പ്രതിഫലം അവരുടെ മാർവിടത്തിലേക്ക് അളന്നു കൊടുക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മുന്തിരിക്കുലയിൽ പുതുമീഞ്ഞ് കണ്ടിട്ട് നശിപ്പിക്കരുത്, ഒരനുഗ്രഹം അതിലുണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ എൻ്റെ ദാസന്മാർ നിമിത്തം പ്രവർത്തിക്കും. എല്ലാവരെയും നശിപ്പിക്കയില്ല. ഞാൻ യാക്കോബിൽ നിന്ന് ഒരു സന്തതിയെയും യഹൂദയിൽ നിന്ന് എൻ്റെ പർവ്വതങ്ങൾക്ക് ഒരു അവകാശിയെയും ഉത്ഭവിപ്പിക്കും. എൻ്റെ വൃതന്മാർ അതിനെ കൈവശമാക്കുകയും എൻ്റെ ദാസന്മാർ അവിടെ വസിക്കുകയും ചെയ്യും. എന്നെ അന്വേഷിച്ചിട്ടുള്ള എൻ്റെ ജനത്തിനായി ഷാരോൻ ആടുകൾക്ക് മേച്ചിൽപ്പുറവും ആക്കൂർ താഴ്വര കന്നുകാലികൾക്ക് കിടപ്പടവുമായിരിക്കും. എന്നാൽ യഹോവയെ ഉപേക്ഷിക്കുകയും എൻ്റെ വിശുദ്ധ പർവ്വതത്തെ മറയ്ക്കുകയും ഗദ്ദേവന് ഒരു മേശ ഒരുക്കി മെനി ദേവിക്ക് വീഞ്ഞു കലക്കി നിറച്ചു വയ്ക്കുകയും ചെയ്യുന്നവരെ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഉത്തരം പറയാതെയും ഞാൻ അരുളി ചെയ്തപ്പോൾ കേൾക്കാതെയും എനിക്ക് അനിഷ്ടമായുള്ളത് പ്രവർത്തിച്ച് എനിക്ക് പ്രസാദം അല്ലാത്തത് തെരഞ്ഞെടുത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ വാളിന് നിയമിച്ച് കൊടുക്കും. നിങ്ങളെല്ലാവരും കൊലയ്ക്ക് കുനിയേണ്ടി വരും. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ എൻ്റെ ദാസന്മാർ ഭക്ഷിക്കും, നിങ്ങളോ വിശന്നിരിക്കും. എൻ്റെ ദാസന്മാർ പാനം ചെയ്യും, നിങ്ങളോ ദാഹിച്ചിരിക്കും. എൻ്റെ ദാസന്മാർ സന്തോഷിക്കും, നിങ്ങളോ ലജ്ജിച്ചിരിക്കും. എൻ്റെ ദാസന്മാർ ഹൃദയാനന്ദം കൊണ്ട് ഘോഷിക്കും, നിങ്ങളോ മനോവ്യസനം കൊണ്ട് നിലവിളിച്ച് മനോവ്യഥയാൽ മുറയിടും. നിങ്ങളുടെ പേർ നിങ്ങൾ എൻ്റെ വൃതന്മാർക്ക് ഒരു ശാപവാക്കായി വെച്ചേച്ചു പോകും. യഹോവയായ കർത്താവ് നിന്നെ കൊന്നുകളയും. തൻ്റെ ദാസന്മാർക്ക് അവൻ വേറൊരു പേർ വിളിക്കും. മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നുപോകുകയും അവ എൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുകയും ചെയ്യുക കൊണ്ട് ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും. ഭൂമിയിൽ സത്യം ചെയ്യുന്നവൻ സത്യദൈവത്തെ ചൊല്ലി സത്യം ചെയ്യും. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലത്തവ ആരും ഓർക്കയും ഇല്ല. യെശയ്യാപ്രവചനം 65 അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട പല വാക്യങ്ങളുമുണ്ട്. 17 വാക്യം ആണ് നമ്മൾ അവസാനം വായിച്ചത്. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലത്തവ ആരും ഓർക്കയില്ല. 19 വാക്യം ഞാൻ യെരൂശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എൻ്റെ ജനത്തെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കയില്ല. 24 വാക്യം അവർ വിളിക്കുന്നതിന് മുൻപേ ഞാൻ ഉത്തരമരുളും, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. 25 വാക്യം അവസാന വാക്യം ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാളയെന്ന പോലെ വൈക്കോൽ തിന്നും, സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഇസ്രായേലിന്റെ വിടുതലിനെ
ദൈവരാജ്യത്തോട് വമ്പിച്ചിരിക്കുകയാണ്. എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാൻ ഇടയായി എന്നുള്ള 1-ാം വാക്യം റോമാലേഖനം 10:20 പൗലോസ് ഉദ്ധരിച്ചിരിക്കുന്നു. അത് പുറജാതികൾ ദൈവരാജ്യ അനുഭവത്തിലേക്കും സഭയുടെ അനുഗ്രഹത്തിലേക്കും വരുന്ന കാര്യമാണ്. റോമാലേഖനം 9:30 അത് എഴുതിയിട്ടുള്ള നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു എന്ന്. മത്സരമുള്ള ജനത്തിങ്കിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടി എന്നുള്ള 2-ാം വാക്യം റോമാലേഖനം 10:21 ഉദ്ധരിച്ചിരിക്കുന്നു. അത് യഹൂദന്റെ കാര്യമാണ്. അവരാണ് മത്സരമുള്ള ജാതി. അവരോട് ദൈവം പകരം ചോദിക്കും എന്നാണ് 7-ാം വാക്യം. ദൈവപുത്രനെ ചവിട്ടിക്കളയുന്നവരോട് ദൈവം പകരം വീട്ടുമെന്ന്, പ്രതികാരം ചെയ്യും എന്ന് എബ്രായ ലേഖനം 10:30 എഴുതിയിട്ടുണ്ട്. സത്യത്തിന് പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കാതെ എതിരികളെ ദഹിപ്പിക്കുന്ന ക്രോധാഗ്നിയേ ഉള്ളൂ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ ശുദ്ധീകരിച്ച നിയമരക്തത്തെ മെല്ലമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവർ എത്ര കഠിനమైన ശിക്ഷയ്ക്ക് പാത്രരാകും. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ ദൈവം ഇസ്രായേലിനോട് പകരം ചോദിക്കും എന്ന് പറയുന്നത് വാസ്തവത്തിൽ കർത്താവിൻ്റെ സുവിശേഷം അറിഞ്ഞിട്ടും തന്നെ ശുദ്ധീകരിക്കാൻ പര്യാപ്തമായതാണ് ഈ രക്തമെന്ന് അറിഞ്ഞിട്ടും അതിനെ മല്ലുമെന്ന് നിരൂപിച്ചുകൊണ്ട് ദൈവപുത്രനെ ചവിട്ടി മുന്നോട്ട് പോകുന്ന ആളുകളെ തീർച്ചയായിട്ടും ദൈവം അവർക്ക് പ്രതികാരം നൽകുമെന്നാണ് എബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. ബാബേൽ പ്രവാസകാലത്ത് ബാബേൽ ദേവീ ദേവന്മാരെ നമസ്കരിച്ചവരെ വാളിനേൽപ്പിക്കും എന്നാണ് 10-ാമത്തെ വാക്യം. 10-ാമത്തെ വാക്യത്തിൽ ഒരു ദേവന്റെ കാര്യമുണ്ട്, ഗദ് ദേവൻ. അതുപോലെ ഒരു ദേവിയുടെ കാര്യമുണ്ട്, മിനി ദേവി. അപ്പോൾ ബാബേൽ പ്രവാസത്തിൽ ചെന്ന് അവിടുത്തെ പീഡകളൊക്കെ സഹിച്ചിട്ടും അവർക്ക് യഹോവയെങ്കിലേക്ക് തിരിയാൻ മനസ്സുണ്ടായില്ല. മറിച്ച് അവർ അവിടുത്തെ ദേവനോടും ദേവിയോടും ഒക്കെ പ്രാർത്ഥിക്കുകയാണ്. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ദൈവം പറയുന്നത്, ഞാൻ ഒരു ശേഷിപ്പിനെ ഇസ്രായേൽ പർവ്വതങ്ങളിലേക്ക് മടക്കി വരുത്തുമെന്നാണ്. 13 മുതൽ അവസാന വാക്യങ്ങൾ ദൈവരാജ്യത്തെക്കുറിച്ചാണ്. യെരൂശലേം ആസ്ഥാനമാക്കി സ്ഥാപിക്കപ്പെടുന്ന ദൈവരാജ്യത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും ആയിരിക്കും. റോമാലേഖനം 8 നമ്മൾ വായിക്കുന്നത്, സൃഷ്ടികളെല്ലാം ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനു വേണ്ടി ഇറ്റുനോവോടെ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ആദാമിൻ്റെ പാപം നിമിത്തമാണ് ആകാശത്തിനും ഭൂമിക്കും അതുപോലെ മൃഗജാലങ്ങൾക്കും പക്ഷിജാലങ്ങൾക്കും സസ്യജാലങ്ങൾക്കും എല്ലാം ശാപമുണ്ടായത്. എന്നാൽ കർത്താവിൻ്റെ വീണ്ടും വരവെങ്കിൽ ദുഃഖമില്ലാത്ത, കരച്ചിലില്ലാത്ത, നിലവിളിയില്ലാത്ത, ശിശുമരണമില്ലാത്ത, രോഗമില്ലാത്ത, പട്ടിണിക്ക് പകരം സമൃദ്ധിയും എല്ലാവർക്കും വീടും മുന്തിരിത്തോട്ടങ്ങളും സ്വസ്ഥതയും സമാധാനവുമുള്ള ദൈവരാജ്യം ഉണ്ടാകും എന്നാണ് നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വരാറായി. അതിൻ്റെ അടയാളങ്ങളൊക്കെയാണ് നാം അനുദിനവും അനുനിമിഷവും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത്. അതിനാൽ കർത്താവിനായിട്ട് ഒരുങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.